അപ്പൊ എന്തായാലും ഓരോ മിമിക്രി അല്ലേ നമുക്കൊക്കെ ഒരു മോശ ഒരു സ്റ്റേജ് പറഞ്ഞപ്പോ കിട്ടാൻ പാടാ എന്നാലും ഓടി കിട്ടിയ സ്ഥലത്ത് നമ്മുടെ പേര് കളഞ്ഞില്ല കാരണം ജിതേഷൊക്കെ വീട്ടിലെ പോത്തിന് സൗരവും പറഞ്ഞു ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ നമ്മുടെ തലേദിവസത്തെ പരിപാടികളൊക്കെ ഞാൻ മിമിക്രിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അവന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻട്രോ കൊടുക്കുന്നുണ്ട് അവൻ്റെ ഒരു ബ്രോഡ് അതാണ് മാരേജാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു ഇൻട്രോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കാലത്ത് 6:30 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പാലക്കാടാണ് 2 മണിക്കൂർ യാത്രയിൽ അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ പോണ വഴിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് പാടങ്ങൾ കണ്ടിരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു. ഞാനായിട്ട് എടുക്കുന്നത് മോനൊക്കെ ഉറങ്ങി, അവനുറങ്ങി നല്ല ഇതായി. അവന് വീഡിയോസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വന്ന് വണ്ടിയിലൊക്കെ കയറിയ ആളാട്ടോ. ബസ്സിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൂടി അവൻ കിടന്നുറങ്ങി, ഭയങ്കര ഉറക്കമായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോസ് എടുത്ത് തുടങ്ങി. വീഡിയോസ് എടുക്കുന്നത് പാടാണ് കേട്ടോ. ഫുള്ള് നമുക്ക് പോകും തോറും പാടങ്ങളായിരിക്കും. അപ്പുറം ഇപ്പുറമായിട്ട് പാടങ്ങൾ മാത്രമേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് അറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ പാടങ്ങളൊക്കെ വീടും ബിൽഡിങ്ങൊക്കെ വെച്ച് പാടയും കാണാനില്ല. ഇപ്പം നമുക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉറക്കത്തിലൊക്കെ അടിച്ച ആള് ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടാണ്. ചേട്ടന്മാരൊക്കെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ ത്രില്ലാവും, കുറേ കളിക്കും, കുറേ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ പോക്കും വരവൊക്കെ. ഞങ്ങളത് കളിച്ച് നല്ല ത്രില്ലായിട്ടില്ല. ഡാൻസിനുള്ള പാട്ട് മാറ്റി വെക്കുന്നുള്ള പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളത് ബസ് നിർത്തി വെക്കണം കേട്ടോ. ബസ് നിർത്തി ട്രെയിൻ അവിടെ നിന്ന് വരുന്നത് ശരിക്കും നമ്മൾ ബസ്സൊക്കെ അവിടെ നിർത്തി. അപ്പോൾ ട്രെയിൻ പോണ വരെ നമ്മുടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ട്രെയിൻ പോണ വരെ വെയിറ്റ് ചെയ്താൽ നമുക്ക് ഫുള്ളായിട്ടൊരു വീഡിയോ കവർ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളത് ഞാനും ചെയ്തു, വീഡിയോ എടുത്തു. കാണുമ്പോൾ ഒരു സന്തോഷം. കാലത്തൊന്നും അങ്ങനെയല്ല, അതൊക്കെ ഉണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ ഇതുപോലെ കാണുന്നത് ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനൊക്കെ കാണുന്നത് കുറച്ച് നാൾ കുറച്ച് കഴിഞ്ഞ ശേഷമൊക്കെ ട്രെയിനൊക്കെ കയറിയത് ഈ പ്രായത്തിലാണ്. ഒരു വർഷത്തിലൊക്കെ അങ്ങനെ ട്രെയിൻ പോയി അവസാനിച്ചത് ഞങ്ങൾ യാത്ര തുടങ്ങി. അങ്ങനെ വീണ്ടും കുറേ കണ്ട അപ്പ് കൂടെ തുടങ്ങുന്ന ആൾക്കാരാണ് ഉണ്ടാവുന്നത്. നമുക്ക് സീറ്റൊന്നും ഇല്ലാണ്ട് കുറച്ച് പേര് ഇരിക്കും, കുറച്ച് പേര് നിൽക്കും. അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കല്യാണത്തിന് പോയി. നമ്മൾ വീഡിയോക്ക് കുറേശ്ശെ നമുക്ക് പറ്റുന്നൊരു വീട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടും അവിടെ എത്തി. പെണ്ണിൻ്റെ വീടെത്തി, ഓഡിറ്റോറിയം എത്തിയിട്ടോ. പെണ്ണിൻ്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് കമ്പനിക്ക് പോയി താടി പെണ്ണിൻ്റെ ഓഡിറ്റോറിയത്തിൽ വരികയാണ്. ഇനിയിപ്പോൾ അവരെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കഴിയണം. അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാനായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമയം എടുക്കണം. അപ്പോൾ നമ്മൾ
ഫുഡ് കഴിക്കാനായിട്ട് താഴത്തോട്ട് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞത് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ്. പിന്നെ വീണ്ടും തിരിച്ച് അവരവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ യാത്ര കൂടുതലുള്ളതല്ല, അപ്പോൾ തിരിച്ച് വീണ്ടും റിട്ടേൺ അടിച്ചു. അതിന് തിരിച്ച് വരുന്ന സമയത്ത് അവർ വീണ്ടും കളിയിൽ തന്നെയാണ് കേട്ടോ. ഒരേ സ്റ്റെപ്പ് തന്നെയാണ് ഫുള്ള് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും അവർക്കതൊരു സന്തോഷം, നമുക്കും കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ. ബസ്സിലൊക്കെ ഭയങ്കര യാത്രയിൽ നമ്മൾ ഡാൻസൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മളെന്തായി കുറേ കഴിഞ്ഞ് നമ്മൾ അവസാനിച്ചു. പിന്നെ അവർ കുറച്ച് കളിച്ച് കഴിഞ്ഞ് പിന്നെ അവർക്ക് ക്ഷീണം കൊണ്ട് അവർ കിടന്നുറങ്ങി. താഴത്തൊക്കെയായിട്ട് കിടന്നുറങ്ങിയത്, ബസ്സിൻ്റെ താഴത്തൊക്കെയാണ് ആശ്രയം കിടന്നുറങ്ങിയത്. അങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബായ്.